അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അഹ്മദുഹു വഉസല്ലി വഉസല്ലിമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പരിശുദ്ധ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ റമദാനിലെ അവസാന ഭാഗം, അതിൻ്റെ വില മതിക്കാനാകാത്ത ദിനരാത്രങ്ങളിലൂടെ നാം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അതേപോലെ അവിടുത്തെ സഹാബത്ത്, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ എല്ലാം തന്നെ ഈ അവസാനത്തെ 10 അള്ളാഹുവിൻ്റെ ഭവനിൽ ഭജനമിരുന്നും കൊണ്ട്, ഇഅ്തികാഫ് ദയിച്ചും കൊണ്ട് ആരാധനയിൽ മുഴുകുകയായിരുന്നു, ഖദറിൻ്റെ രാത്രിയെ പ്രതീക്ഷിച്ചും കൊണ്ട്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മുസ്ലിം ഉമ്മത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. റമദാൻ അവസാനിക്കും തോറും അവർ കൂടുതൽ ജാഗ്രതയും ജാഗരണയും ശ്രദ്ധയും കാണിക്കേണ്ട ദിനരാത്രങ്ങളിൽ അവർ ബാസാറുകളിൽ, മാർക്കറ്റുകളിൽ, ഷോപ്പുകളിലെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിയുന്ന ഒരവസ്ഥയാണ് നാം കാണുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായ സുന്നത്തിന് ഘടക വിരുദ്ധമായ ഏർപ്പാടുകളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെരുന്നാളിൻ്റെ പേര് പറഞ്ഞ് ഹബ്ബ, സഡകറ എന്നൊക്കെ പറഞ്ഞും കൊണ്ട് വസ്ത്രങ്ങൾ വാങ്ങാൻ, ഉടുപ്പുകൾ വാങ്ങാൻ, അതേപോലെ തന്നെ പെരുന്നാളിന് വേണ്ട ഭക്ഷണ സാധനങ്ങൾ, ആഹാര വിഭവങ്ങൾ, ഭോജന വസ്തുക്കളൊക്കെ വാങ്ങുന്ന ആ തിരക്കിലാണ് മുസ്ലിമീങ്ങളിൽ ഒരു വലിയ വിഭാഗം. ഇതൊരു നല്ല സൂചനയല്ല എന്ന് ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. റമദാൻ കഴിയലോടുകൂടി മുസ്ലിമീങ്ങൾ 2 വിഭാഗമായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 2 ഗ്രൂപ്പുകളായി മുസ്ലിമീങ്ങൾ മാറുന്നു. ഒന്ന് അസ്സുഅദാ. സുഅദാ എന്ന് പറഞ്ഞാൽ സൗഭാഗ്യവാന്മാർ. മറ്റൊന്ന് അൽ അഷ്ഖിയാ. അഷ്ഖിയാ അതായത് ദൗർഭാഗ്യവാന്മാർ, ഹതഭാഗ്യവാന്മാർ. ഇതിലേത് വിഭാഗത്തിലാകണമെന്ന് നാം ഇപ്പം തന്നെ വളരെയേറെ ശ്രദ്ധയോടെ നാം മനസ്സിലാക്കേണ്ട വിഷയമാണ്. സുഅദാ, സൗഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അവരെ പറ്റിയാണ് പറഞ്ഞത്. ഉലൈക അസ്ഹാബുൽ ജന്ന ഖാലിദീന ഫീഹാ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അവർ സ്വർഗാവകാശികളാണ്. അവർ സ്വർഗത്തിൽ കാലാകാലം കഴിച്ചു കൂട്ടുന്നവരാണ്. അവർ ദുന്യാവിൽ പ്രവർത്തിച്ചതിൻ്റെ സൽകർമ്മത്തിൻ്റെ അതിനുള്ള പ്രതിഫലമെന്നോണം അവർക്കത് ലഭിക്കുന്നു, സ്വർഗം. ഇതാണ് സൗഭാഗ്യവാന്മാർ എന്ന് അല്ലാഹു പറഞ്ഞത്. എന്താണ് ആ സൗഭാഗ്യവാന്മാരുടെ ലക്ഷണം? അവർ എന്താണോ പരിശുദ്ധ റമദാനിൽ അവർ ശീലിച്ചത്, റമദാനാകുന്ന പാഠശാലയിൽ, റമദാനാകുന്ന മദ്രസയിൽ എന്താണോ അവർ ശീലിച്ചത്, അത് ആ സൽകർമ്മങ്ങൾ, ആ ഹസനാത്തുകൾ അത് റമദാൻ കഴിഞ്ഞപ്പോഴും അവരിൽ കാണുന്നുണ്ട്. അവരാണ് വിജയികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇവരെ പറ്റിയാണ് അല്ലാഹു പറഞ്ഞത്. നമ്മുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പറയുകയും പിന്നീട് അവർ അതിൽ അടിയുറച്ചു നിൽക്കുകയും അചഞ്ചലരായി ഉറച്ചു നിൽക്കുകയും ചെയ്തവരാണ്. അവർക്കൊരു ഭയമില്ല, ദുഃഖമില്ല. റമദാനിൽ ശീലിച്ചതായിരിക്കുന്ന ആ സൽകർമ്മങ്ങൾ അവർ ജീവിതത്തിൽ അങ്ങുന്നിങ്ങോളം ഉടനീളം അവർ കൊണ്ടു നടക്കുന്നവരാണ്. ഇവരാണ് സുഅദാ, സൗഭാഗ്യവാന്മാർ. ആ സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ പെടുത്താൻ നാം നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അതിനുള്ള ശ്രമങ്ങളായിരിക്കണം ഈ റമദാനിൻ്റെ ഈ അവസാനത്തെ 10 നമുക്കുണ്ടാകേണ്ടത്. പിന്നീട് മറ്റൊരു വിഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നത് റമദാൻ കഴിയലോടുകൂടി അൽ അഷ്ഖിയാ എന്ന് പറഞ്ഞാൽ ഹതഭാഗ്യവാന്മാർ, ദൗർഭാഗ്യവാന്മാർ. ആരാണ് ഈ ദൗർഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ? അതായത് റമദാൻ കഴിയലോടുകൂടി അവരുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും മുറിഞ്ഞു പോകുന്നു.
ഒരു ജയിൽ മോചിതനെ പോലെ, അവരുടെ കടിഞ്ഞാണെല്ലാം തന്നെ പൊട്ടിപ്പോകുന്നു, കടിഞ്ഞാൺ പൊട്ടിപ്പോയ കുതിരയെപ്പോലെ, കൂട് വിട്ടുപോയ പക്ഷിയെപ്പോലെ നിയന്ത്രണമില്ലാത്ത ജീവിതമാണ്. റമദാനിൻ്റെ മുമ്പ് എന്തെല്ലാം തോന്നിവാസങ്ങളും ധിക്കാരങ്ങളിലും മുഴുകിയിരുന്നോ അത് വീണ്ടും അവർ പ്രാവർത്തികമാക്കുന്നു. അത്തരത്തിലുള്ള ആളുകളാണ് ദൗർഭാഗ്യവാന്മാർ. അത് അവരെ സംബന്ധിച്ചാണ് പണ്ഡിതന്മാർ, പൂർവികന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലേക്ക് എഴുതി വച്ചത് ബിഇസൽ ഖൗം ലാ യഅരിഫൂനല്ലാഹ ഇല്ലാ ഫീ ശഹ്രി റമളാൻ. ഇത്തരത്തിലുള്ള ആളുകൾ വളരെ കെട്ട ആളുകളാണ്, മോശപ്പെട്ട ആളുകളാണ്. അവർ റമളാനിലല്ലാതെ അള്ളാഹുവിനെ മനസ്സിലാക്കൂല. റമളാനിൽ കുറച്ച് സമയം, കുറച്ച് ദിവസങ്ങൾ അവർ അള്ളാഹുവിനെ അനുസരിച്ച് കുറേ സൽകർമ്മങ്ങളുമായിട്ട് അവർ കഴിച്ചു കൂട്ടുന്നു. പിന്നെ റമളാൻ കഴിഞ്ഞാൽ പിന്നീട് എല്ലാ സൽകർമ്മങ്ങളും അവരിൽ നിന്നിട്ട് മുറിഞ്ഞു പോകുന്നു. ഇതൊരു നല്ല ഒരു ലക്ഷണമല്ല. ബിഇസൽ ഖൗം, ഇവർ മോശപ്പെട്ട ജനങ്ങളാണ്. എന്നിട്ട് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി ഫൈന്ന റബ്ബ ശുഹൂരി വൽ അഅ്വാം റബ്ബുൻ വാഹിദുൻ. മാസങ്ങളുടെയും വർഷങ്ങളുടെയും എല്ലാം തന്നെ റബ്ബ് അത് ഒന്ന് തന്നെയാണ്. റബ്ബ് വേറെ വേറെ അല്ലല്ലോ. റബ്ബു ഷഹ്രി റമളാൻ, റബ്ബു റമളാൻ ഹുവ റബ്ബു ശവ്വാൽ. റമളാനിൻ്റെ റബ്ബ് തന്നെയാണ് ശവ്വാലിലും റബ്ബ്. അപ്പോൾ അമലുകൾ അല്ലാഹു തആല സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളം അവർ എന്താണോ റമളാനിൽ ശീലിച്ച ആ സൽകർമ്മങ്ങൾ, അതേപോലെ തന്നെ ധാരാളം സൽകർമ്മങ്ങൾ ആ റമളാനുമായി അവർ തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് സൽകർമ്മങ്ങൾ സ്വീകരിച്ചു എന്നതിൻ്റെ സൂചനയാണ്, അതിൻ്റെ അടയാളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ നിന്നിട്ടാണ്, തഖ്വയുള്ളവരിൽ നിന്നിട്ടാണ് അല്ലാഹു തആല സ്വീകരിക്കുന്നത്. തഖ്വ ഇല്ലാത്തവരിൽ നിന്നിട്ട് അല്ലാഹു തആല സ്വീകരിക്കുന്നില്ല എന്ന്. തഖ്വ എന്ന് പറഞ്ഞാൽ അത് മരണം വരെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ. മരണമാകുന്ന ആ ദൃഢമായും ഉണ്ടാകുന്ന മരണം, ആ മരണം വരുന്നത് വരെ നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. മരണം വരെ തഖ്വ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ നിന്നിട്ടാണ് അല്ലാഹു തആല സ്വീകരിക്കുന്നത്, അല്ലാത്തവരിൽ നിന്ന് അല്ലാഹു തആല ഒരിക്കലും സ്വീകരിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നാം ചെയ്തതായിരിക്കുന്ന കർമ്മങ്ങൾ അത് അല്ലാഹു തആല സ്വീകരിക്കണം. അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ഭാഗത്തുണ്ടാകണം. കാരണം മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത് അതിന് ഒരു സ്ഥിരതയില്ല. അതിൻ്റെ ഇങ്ങനെ ചാഞ്ചാട്ടം സംഭവിച്ചു കൊണ്ടേയിരിക്കും. അതാണല്ലോ നാം കാണുന്നത്. എത്രയോ നല്ല നല്ല ആളുകൾ കുറേ കഴിയുമ്പോൾ അവർ മോശപ്പെട്ടവരായി മാറുന്നുണ്ട്. നല്ല നല്ല ഭയഭക്തന്മാരായ ആളുകൾ വളരെ ദുഷിച്ച ആളുകളായി മാറുന്നു. ദുഷിച്ച ആളുകൾ ഭയഭക്തന്മാരായി മാറുന്നുണ്ട്. ഇതൊക്കെ നാം കാണുന്നു. കാരണം മനസ്സ്, അതിൻ്റെ കൺട്രോൾ, അതിൻ്റെ നിയന്ത്രണം നമ്മുടെ കയ്യിലല്ല, അത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചതും ഈ ഉമ്മത്തിനെ പഠിപ്പാട്ടി കൊടുത്തതും. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് വയാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖൽബി ഇലാ ത്വഅതിക്. ഹൃദയങ്ങൾ, കൽബുകൾ മാറ്റിമറിക്കുന്ന, തിരിച്ചുമറിക്കുന്ന അല്ലാഹുവേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എൻ്റെ കൽബിനെ നീ നിൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണം. യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖൽബി ഇലാ ത്വഅതിക്, കൽബുകളെല്ലാം തന്നെ ഹൃദയങ്ങളെ തിരിച്ചുമറിക്കുന്ന അല്ലാഹുവേ, എൻ്റെ കൽബിനെ നിൻ്റെ ത്വഅത്തിലായി നിൻ്റെ ഇബാദത്തിലേക്ക് നീ തിരിച്ചുവിടണം എന്ന് സഹാബത്തിന് ഈ ദുആ പ്രത്യേകമായി പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സഹാബത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യാ റസൂലല്ലാഹ്, ഞങ്ങളെ കൽബ് ഇങ്ങനെ തെറ്റിപ്പോകുന്ന വിഷയത്തിൽ താങ്കൾ ആശങ്കപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങളങ്ങനെ ആശങ്കപ്പെടണോ എന്ന് സഹാബത്ത് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നൽകുന്ന മറുപടി, ഇന്നൽ ഖുലൂബ ബൈന ഇസ്ബഅൈനി മിൻ അസാബിഹിർ റഹ്മാൻ യുസരിഫുഹു കൈഫ യശാ. ഹൃദയങ്ങളെന്ന് പറയുന്നത് അത് അല്ലാഹുവിൻ്റെ ഫി ഇസ്ബഇൻ മിൻ അസാബിഹിർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിൻ്റെ വിരലുകളിൽ നിന്ന് രണ്ട് വിരലുകൾക്കിടയിലാണ് ഹൃദയങ്ങളുള്ളത്. അത് എപ്പോഴും അവനതിനെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കും, തിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ്
ഇതെല്ലാവരുടെയും ഹൃദയത്തിൻ്റെ കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്രകാരം പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത്. സബ്ബിത്ത് ഖൽബി അലാ ദീനിക്. പ്രത്യേകിച്ചും നമസ്കാരത്തിൻ്റെ അവസാന സമയം, പ്രാർത്ഥനക്കെല്ലാം ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന സമയമാണ്. നമസ്കാരത്തിൻ്റെ അവസാനത്തിൽ ഈ പ്രാർത്ഥനകൾ നാം പ്രാർത്ഥിക്കേണ്ടതാണ്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത്ത് ഖൽബി അലാ ദീനിക്. എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ, നിൻ്റെ ആദർശത്തിൽ നീ അടിയുറച്ചു നിർത്തണം. ഏറ്റവും പ്രധാനമായത് നമുക്ക് ആദർശമാണ്. തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഈ നമ്മുടെ തൗഹീദാകുന്ന ആദർശം, അത് തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ, നല്ല ശുഭ്രമായ വെളുത്ത രാജപാതയാണ്. ആ രാജപാതയിലാണ് നിങ്ങളെ ഞാനിതാ വിട്ടേച്ചു പോകുന്നത്. അതേ തൗഹീദിൻ്റെ ആ രാജപാത, സലഫിയത്തിൻ്റെ ആ രാജപാത, ഖുർആനും സുന്നത്തിൻ്റെ ആ രാജപാത, അതാണ് നമ്മുടെ ആദർശം. ആ ആദർശത്തിൽ നാം അടിയുറച്ചു നിൽക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുവേണ്ടി നാം അള്ളാഹുവോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഇനിയുള്ള നാളുകളിൽ നാം നല്ലപോലെ ജാഗ്രതയുള്ളവരായിരിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഉണർത്തുന്നു. റബ്ബു സുബ്ഹാനഹു വ തആല സത്യത്തിൽ, ഹക്കിൽ, തൗഹീദിൽ നമ്മെ എല്ലാവരും ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. Share this video and earn great rewards from Allah. May this Ramadan bring you endless blessings and mercy.